എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങാറുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി. അപ്പോൾ അത് കുട്ടീസിനൊക്കെ വളരെ ഇഷ്ടമാകും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ആളുകൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ചേർക്കുന്നത്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂണോ ഫോർക്കോ വിസ്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ച് ഇതിനകത്തേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് പൊടി ഇട്ട് കൊടുത്തെന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മളിത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് വരുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവ് ഒരു 2 പോർഷനായി ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഞാനിത് ഒരെണ്ണം മഞ്ഞ കളറും ഒരെണ്ണം വൈറ്റ് കളറായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടും വൈറ്റ് കളറായിട്ടുള്ള ബിസ്ക്കറ്റായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഭാഗം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ സ്ട്രോബെറിയുടെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ പിസ്തയുടെ എസൻസ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർക്കാം. ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല വൈറ്റ് കളറായിട്ടുള്ള ബിസ്ക്കറ്റായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ 2 കളറിലുള്ള മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെ തട്ടിൽ ഒന്ന് അടച്ച് വെച്ചിരിക്കുക. അപ്പോൾ അതൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ മാവ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഷേപ്പ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് അതിലേക്കൊരു ബട്ടർ പേപ്പർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അതിന് പകരം A4 ഷീറ്റ് പേപ്പർ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് വെക്കുക. അതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണയും കൂടി തൂത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് ഭാഗം എടുക്കുക. ചെറിയൊരു ബോൾ സൈസായിട്ട് എടുത്താൽ മതി. എന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് പരത്തിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ബേക്കായിട്ട് വരുമ്പോഴത്തേക്കും ഇത് നല്ല കറക്റ്റ് ആ ഷേപ്പിന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉരുളാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതേപോലെ എല്ലാനും ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മളിത് ഈ പാത്രത്തിൽ ഇതേപോലെ വെക്കുമ്പോൾ കുറച്ച് അകലം പാലിച്ചിട്ടൊന്ന് വെക്കുക. കാരണം ഇത് ബേക്കായി വരുമ്പോൾ ഇത് എല്ലാവരും കൂടി അല്ലെങ്കിൽ കൂടിച്ചേർന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടൊന്ന് വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ബാച്ചായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഓവനിലൊക്കെയാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് എല്ലാവരും കൂടി ചെയ്തെടുക്കാം. നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ബാച്ചായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബാച്ചിലേക്ക് ഞാൻ ഇത്ര എണ്ണമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് എള്ളാണ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറുപ്പഴം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ മേലെ ഇതേപോലെ എള്ളാണ് അവർ സ്പ്രിങ്കിൾ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിലേക്ക് എള്ള് തന്നെ എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഇതേപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി സ്റ്റൗ ഓണാക്കിയിട്ട് ചൂട് കട്ടിയുള്ളൊരു പാത്രം, അതിലേക്ക് ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലൊന്ന് 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാത്രം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിനി അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുക. ഹൈയിലും മീഡിയത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ബിസ്ക്കറ്റിൻ്റെ അടിഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിൽ കറക്റ്റ് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ അത് അവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് തൊട്ട് നോക്കുന്ന സമയത്ത് ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നിങ്ങളിത് കുക്കായിട്ടില്ല എന്ന് വെച്ചിട്ട് വീണ്ടും ഇത് ബേക്ക് ചെയ്യരുത്. കാരണം നമ്മളിത് ഈ ചൂടോട് കൂടി എടുക്കുമ്പോൾ എന്തായാലും ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുക. നമ്മളിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി പുറത്തൊന്ന് ഇതിൻ്റെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും ഇത് നല്ല കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഞാനൊന്ന് ഈ പാത്രത്തിൽ നിന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി ഇരിക്കുന്നതും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാ ബിസ്ക്കറ്റും ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരളവിന് എനിക്കൊരു 18 ബിസ്ക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നമ്മുടെ ബേക്കറി സ്റ്റൈലിലുള്ള ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നമുക്കിനി ബേക്കറിയിൽ നിന്നൊന്നും മേടിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് ചൂടാറിയ ശേഷം നിങ്ങളൊരു ചില്ലിൻ്റെ കുപ്പിയിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. ഇതിപ്പോൾ വളരെ ഒരു ചെറിയ എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് ദിവസത്തേക്കൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്